ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആര്യ ചിന്നുവിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ചിന്നു ആണെങ്കിൽ എത്ര വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ ചിന്നുവിനെ തൊട്ടു നോക്കുകയാണ് ആര്യ. ചിന്നുവിനാണെങ്കിൽ നല്ല ടെമ്പറേച്ചറുണ്ട്, പനിയുമുണ്ട്. ആര്യ അങ്ങനെ ചന്ദ്രയോട് പറയുന്നുണ്ട്, അമ്മേ ചേച്ചിക്ക് നല്ല പനിയുണ്ട്, നല്ല ടെമ്പറേച്ചറുണ്ട്, അമ്മ ഒന്ന് തൊട്ടു നോക്കുക എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇതൊന്നും സാരല്ല, കുറച്ചു നേരം കൂടി കിടക്കുമ്പോൾ അത് മാറിക്കോളും എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോഴേക്കും രാവിലെ തന്നെ ചിന്നുവിനെ കൊണ്ടുപോകാനായി അർച്ചന ചന്ദ്രകാന്തത്തിലെത്തുകയാണ്. കോളിംഗ് ബെല്ലടിക്കുന്നതും ആര്യ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. ആ ആന്റിയോ അകത്തേക്ക് വായു എന്ന് പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, മോളെ ചിന്നു എവിടെയെന്ന്. ആര്യ പറയുന്നുണ്ട്, ചേച്ചിക്ക് നല്ല പനി, കിടക്കുകയാണ്, വായു എന്ന് പറഞ്ഞ് അർച്ചനയെ അകത്തേക്ക് കൊണ്ടുപോകാനായി നിൽക്കുമ്പോൾ ചന്ദ്ര വരികയാണ്. ചന്ദ്ര എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, എന്നോടാരാണ് എന്റെ വീട്ടിനകത്തേക്ക് കയറാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ എന്റെ മോളെയാണ് കാണാൻ വന്നത്, ആദ്യം അവളെ ഒന്ന് കാണട്ടെ, അതിനുശേഷം നമുക്ക് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അർച്ചനയും ആര്യയും കൂടി ചിന്നുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. ചിന്നുവിനെ കാണുന്നതും അർച്ചനയ്ക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട്. മോളെ ചിന്നു, എന്തു പറ്റി? ആര്യ പറഞ്ഞു, നിനക്ക് പനിയാണെന്ന്, നല്ല ചൂടുണ്ടല്ലോ, നീ എന്താണ് ആശുപത്രിയിൽ പോവാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഇത്ര വലിയ പനിയൊന്നുമില്ലമ്മേ, ഒരു ക്ഷീണം, അതുകൊണ്ടാണ് ഞാൻ കിടന്നതെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഉള്ളിൽ പനി ഉണ്ടാവും, അതുകൊണ്ടാണ് ക്ഷീണം ഉണ്ടാവുന്നത്, പോട്ടെ, നീ എന്തായാലും വേഗം എഴുന്നേൽക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, വേണ്ട അമ്മേ, വൈകുന്നേരം ആവുമ്പോഴേക്കും ഈ പനിയെല്ലാം മാറും, ആശുപത്രിയിൽ പോയാൽ അവരെന്നെ അഡ്മിറ്റ് ആക്കും, പിന്നെ ഇഞ്ചക്ഷനും മരുന്നൊക്കെ ആയിട്ട് അതൊരു ചടങ്ങാവും, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മ, അതുകൊണ്ട് ടെൻഷൻ ആവണ്ട, എല്ലാം മാറിക്കോളുമെന്ന് ചിന്നു അങ്ങനെ അർച്ചനയോട് പറയാണ്. ആര്യപ്പ പറയുന്നുണ്ട്, ഇന്നലെ എനിക്കും പനി ഉണ്ടായിരുന്നു ആന്റി, അത് പകർന്നതാണെന്ന് പറയാണ്. അർച്ചന ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. വിജയശങ്കർ ആണെങ്കിൽ വീട്ടിലെ ഓഫീസിൽ അങ്ങനെ കേസിനെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അർച്ചന അങ്ങോട്ടേക്ക് വരുന്നത്. അർച്ചനയെ കാണുന്നതും വിജയശങ്കർ ചോദിക്കുന്നുണ്ട്, നീ ഇതെപ്പ വന്നു? നീ ഈ വീടിന്റെ ഗേറ്റ് വരെ വന്നു, പിന്നെ മുറ്റത്തേക്ക്, അത് കഴിഞ്ഞ് അകത്തേക്ക്, ഇപ്പതാ എന്റെ ഓഫീസ് വരെ എത്തിയിരിക്കുന്നു, ഇല്ല നിനക്കെന്താണ് വേണ്ടതെന്ന് വിജയശങ്കർ ചോദിക്കുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ചിന്നുവിന് പനിയായിട്ട് നിങ്ങൾ എന്താണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? എൽപ്പുള്ളികളുള്ള വീട്ടിലേക്ക് എന്റെ മോളെ അയക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇവിടെ അവൾ സുരക്ഷിതയല്ലെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു, എന്നിട്ട് ഇവിടെ നിങ്ങൾ ഇതാണോ അവൾക്ക് കൊടുക്കുന്ന സുരക്ഷയും പരിഗണനയും എന്നങ്ങനെ അർച്ചന ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, നീ അവളുടെ സുരക്ഷിതത്തെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട, നീ ഇവിടെയൊക്കെ വരുമ്പോ അവളെ ഇവിടെ കാണാറുണ്ട്, പക്ഷെ അമ്പാട്ട് വീട്ടിൽ നിന്ന് നേരം വെളുക്കുന്നതിന് മുന്നേ അവളെ കാണാതായിട്ടില്ലേ? കണ്ടെത്തിയത് പുഴക്കരയിൽ നിന്നല്ലേ? അതായിരുന്നോ മോളെ പൊന്നുപോലെ നോക്കുന്നതിനുള്ള അമ്മയുടെ സംരക്ഷണം എന്ന് പറയുന്നത് എന്ന് വിജയശങ്കർ തിരിച്ചു ചോദിക്കുകയാണ്. അർച്ചന പറയുന്നുണ്ട്, ചിന്നു അന്ന് അങ്ങനെ ഇറങ്ങി പോവാൻ കാരണം നിങ്ങളാണെന്ന് നിങ്ങൾ മറക്കണ്ട, അവളെ വിട്ടുകിട്ടാനായി നിങ്ങൾ കോടതിയിൽ സമീപിച്ചപ്പോൾ ഉണ്ടായ അവളുടെ സ്ട്രെസ്, അതാണ് അതിന് കാരണം, അതവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് അവൾ ഇറങ്ങിപ്പോയത് എന്ന് അർച്ചന പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ചിന്നുവിന് ഞാൻ ഇവിടെ നല്ല കെയറിങ് കൊടുക്കുന്നുണ്ട്, എന്റെ മറ്റു 2 മക്കളെക്കാൾ നന്നായിട്ട് തന്നെയാണ് അവളെ ഞാൻ ഇവിടെ നോക്കുന്നതെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാനിവിടെ കാണുന്നുണ്ട്, ആരാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ എന്ന് അർച്ചന പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ചിന്നുവിനൊരു ജലദോഷം വന്നതിന് നീ ഇങ്ങനെ കാട് കയറണ്ട, അവളുടെ പനിയാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഡോക്ടറെ വിളിച്ച് വരാൻ പറയാമെന്ന് വിജയശങ്കർ അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്റെ ആവശ്യമില്ല, ഡോക്ടറെ ഞാൻ വിളിച്ചു കഴിഞ്ഞു, ഡോക്ടർ ഇപ്പൊ എത്തുമെന്ന് പറയാണ്. അതിനുശേഷം JK ആണെങ്കിൽ വീട്ടിലങ്ങനെ റൂമിൽ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അതുപോലെ തന്റെ ബാഗും ഡ്രസ്സും ഒക്കെ ആയിട്ട് JKയുടെ റൂമിലേക്ക് വരികയാണ്. ഇതൊന്നും കണ്ട് മനസ്സിലാവാതെ JK ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതെന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ഇതെന്റെ ഡ്രസ് ബാഗാണ്, ഞാൻ ഇനി മുതൽ ഈ റൂമിലാണ് താമസിക്കുന്നത്, നിങ്ങളുടെ ഭാര്യ എന്ന നിലയിൽ ഇതെന്റെ അവകാശമാണ് എന്നും പറഞ്ഞുകൊണ്ട് മധുബാല അങ്ങനെ JKയുടെ കൂടെ ബെഡിൽ ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എന്നും ഞാൻ JKയുടെ കൂടെ ഇങ്ങനെ കൂടെ ഉണ്ടാവും എന്ന് മധുബാല പറയുമ്പോൾ ദേഷ്യം വന്ന് JK ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മധുബാലയോടും എഴുന്നേൽക്കുക എന്ന് പറയാണ്. മര്യാദയ്ക്ക് നീ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ, ഈ റൂമിൽ നിന്നെ താമസിക്കാൻ ഞാൻ അനുവദിച്ചതല്ല എന്ന് JK അങ്ങനെ പറയാണ്. അങ്ങനെ അവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ടീച്ചർ വരുന്നത്. എന്താ ഇവിടെ ഒരു തർക്കമെന്ന് ടീച്ചർ അങ്ങനെ ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, അമ്മേ, ഞാനൊരു നല്ല കാര്യം പറഞ്ഞപ്പോൾ JKക്ക് അത് അംഗീകരിക്കാൻ വയ്യ, ഞാൻ ഈ റൂമിൽ താമസിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന്, ഒന്നില്ലെങ്കിലും JKയുടെ ഭാര്യയല്ലേ ഞാൻ എന്നങ്ങനെ മധുബാല ചോദിക്കുകയാണ്. JK അപ്പൊ പറയുന്നുണ്ട്, മനസാക്ഷി എന്നൊരു കോടതിയുണ്ട്, അവിടെ എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല, എന്റെ മനസ്സ് അതിനെ അനുവദിക്കില്ല, എന്റെ മേലെ നിനക്കൊരു അവകാശവുമില്ല, ഈ എന്റെ ഭാര്യ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ദുർവിധി, മര്യാദയ്ക്ക് നീ ഈ റൂമിൽ നിന്ന് ഇറങ്ങി
പോകുന്നതാണ് നല്ലതെന്ന് ജെയ്ക്ക് അങ്ങനെ പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ആര് പറഞ്ഞാലും ഞാൻ ഈ റൂമിൽ നിന്ന് പോവില്ലെന്ന്. ജെയ്ക്ക് അപ്പോൾ പറയുന്നുണ്ട്, എന്ത് വിശ്വസിച്ചിട്ട് ഞാൻ ഇവളുടെ കൂടെ ഇവിടെ കിടന്നുറങ്ങും? എനിക്ക് തോന്നുന്നുണ്ടോ ഇവളെ വിശ്വസിക്കാമെന്ന്? എന്തായാലും ഈ റൂമിൽ നിന്ന് പോവില്ലല്ലോ, എന്നാ പിന്നെ നീ ഇവിടെ താമസിക്ക്, ഞാൻ ഇവിടെ നിന്ന് മാറിക്കോളാം എന്ന് പറഞ്ഞ് ജെയ്ക്ക് അങ്ങനെ റൂമിൽ നിന്ന് പോവുകയാണ്. സുമിത്ര ടീച്ചർക്കാണെങ്കിൽ ഇതെല്ലാം കണ്ട് ആകെ സങ്കടം വന്ന് മധുബാലയോട് ചോദിക്കുന്നുണ്ട്, എന്നെ ദ്രോഹിക്കാൻ നിന്നോട് എന്ത് തെറ്റു ചെയ്തു എന്നങ്ങനെ ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ടീച്ചറുടെ മകൻ എന്നെ വിവാഹം ചെയ്തു, അത് തന്നെയാണ് തെറ്റ് എന്ന് പറയാണ്. ടീച്ചറാണെങ്കിൽ ഇതെന്തൊരു ഗ്രഹപ്പിഴയാണ് ദൈവമേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ചിന്നുവിന്റെ പനി നോക്കാനായി ഡോക്ടർ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ചിന്നുവിനെ ചെക്ക് ചെയ്തതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും റെസ്റ്റ് ചെയ്തോളൂ, 2 ദിവസത്തേക്ക് ഫുൾ റെസ്റ്റ് വേണമെന്ന് പറയാണ്. എന്നാൽ ഇതൊന്നും കണ്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല. ഡോക്ടറുടെ പിന്നാലെ തന്നെ വിജയ് ശങ്കറും അർച്ചനയും ചന്ദ്രയും പോകുന്നുണ്ട്. വീട്ടുമുറ്റത്ത് വെച്ച് അങ്ങനെ ഡോക്ടർ അർച്ചനയോട് പറയുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല, ഇന്നലെ മറ്റേ കുട്ടിക്ക് പനിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പകർന്നതാണ്, ചെറിയ രീതിയിൽ BP ഉണ്ട്, ടെൻഷനൊന്നും ആവണ്ട, ഫീവറിന്റെയാണ്, പ്രത്യേകിച്ച് മരുന്നൊന്നും വേണ്ട, അത് മാറിക്കോളും. നീയും ടെമ്പറേച്ചർ കൂടിയാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. എന്തായാലും 2 ദിവസം കഴിഞ്ഞ് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തേക്ക്, പേടിക്കാനൊന്നുമില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഷീസ് ഓൾ റൈറ്റ് എന്ന് ഡോക്ടർ അങ്ങനെ അർച്ചനയോട് പറയുന്നുണ്ട്. അർച്ചന അപ്പൊ ചോദിക്കുന്നുണ്ട്, ചിന്നുവിനെ കഴിക്കാൻ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന്. ഡോക്ടർ അപ്പൊ പറയുന്നുണ്ട്, തിളപ്പിച്ചറിയ വെള്ളവും നല്ല ചൂട് കഞ്ഞിയും കൊടുത്താൽ മതി എന്ന് പറയാണ്. അങ്ങനെ ഡോക്ടറെ യാത്ര അയക്കാൻ അർച്ചന അങ്ങനെ പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ ദേഷ്യം വന്ന് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ഇന്നലെ എൻ്റെ മോൾക്ക് പനിയായിരുന്നു, പക്ഷെ ഇതുപോലെ ഒരു ഡോക്ടറെയും ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ചിന്നുവിന്റെ അമ്മയാണ് ഡോക്ടറെ വിളിച്ചത്, നിനക്കും അതുപോലെ വിളിക്കാമായിരുന്നല്ലോ എന്നങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അർച്ചന വീട്ടിനകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, രാവിലെ അവൾക്ക് അധികം പനിയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ചൂടുണ്ട് എന്നല്ലാതെ വേറെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, ചിലർ വന്നതുകൊണ്ടാണ് BP കൂടിയത് എന്ന് പറയുമ്പോൾ അർച്ചന ചന്ദ്രയെ പരിഹസിക്കുന്നുണ്ട്. ആണോ ഡോക്ടർ? പക്ഷേ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, വേറെന്തോ മനസ്സിൽ കണ്ടിട്ട് നീ ഇവിടെ ഷോ കാണിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് വിജയ് ശങ്കർ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ പലതും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷേ അതൊന്നും ഷോ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല, ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ എന്തായാലും ഇപ്പൻ ചിന്നുവിന്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അർച്ചന അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് മുകുന്ദനെ കാണാനായി ജയിലിലേക്ക് രമ്യ എത്തുകയാണ്. ഇങ്ങനെ മിണ്ടാതെ നിൽക്കാനാണോ നീ വന്നതെന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കാണണമെന്നില്ലെങ്കിലും എനിക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, എപ്പോഴെങ്കിലും നിനക്ക് കാണണമെന്ന് തോന്നിയല്ലോ രമ്യ, എനിക്ക് നിന്നെ അവിടെ വന്ന് കാണാൻ കഴിയില്ല, പക്ഷേ ഇവിടെ സന്ദർശകർക്ക് വരാം, ആദ്യ ദിവസം തന്നെ നീ എന്നെ കാണാൻ വരുമെന്ന് എനിക്ക് തോന്നി, പക്ഷെ നീ വന്നില്ല, എല്ലാം പോട്ടെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നല്ലല്ലോ നടക്കുന്നത് എന്നങ്ങനെ മുകുന്ദൻ തന്റെ സങ്കടം പറയുമ്പോൾ രമ്യ പറയുന്നുണ്ട്, വെറുതെ കാണാൻ മാത്രമല്ല ഞാനിപ്പോ വന്നത്, മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നേച്ചി തന്നെയാണോ മുകുന്ദേട്ടന്റെ കേസ് വാദിക്കാൻ പോകുന്നത്? നേച്ചിയിൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ലെന്ന് രമ്യ അങ്ങനെ പറയുമ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, മറ്റൊരു വക്കീലുള്ളപ്പോ വേറൊരു വക്കീലിനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ചേച്ചി ഉണ്ടല്ലോ, നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത് രമ്യ എന്ന് ചോദിക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട്, ചേച്ചി അച്ചുവിനെ ജയിലിൽ കിടന്നപ്പോൾ രക്ഷിച്ചു, ഇങ്ങനെയാണ് കേസ് തീർപ്പാക്കി ചേച്ചി അച്ചുവിനെ ജയിലിൽ നിന്ന് ഇറക്കിയതെന്ന് മുകുന്ദേട്ടനും അറിയാവുന്നതല്ലേ, ഞാൻ അതുകൊണ്ട് മറ്റൊരു വക്കീലിനെ കാണുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട് എന്നങ്ങനെ രമ്യ പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, വേണ്ട, എന്റെ കേസ് ചേച്ചി തന്നെ നോക്കിയാൽ മതി, എനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുന്നത് അർച്ചനേച്ചിയായിരിക്കും, അല്ലെങ്കിൽ കേസ് നടത്തണ്ട, ഞാൻ ഇതിനകത്ത് തന്നെ കിടന്നോളാം, രമ്യക്ക് ഇതല്ലാതെ വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ എന്ന് മുകുന്ദൻ അങ്ങനെ പറയാണ്. രമ്യ അപ്പൊ പറയുന്നുണ്ട്, ഇനിയൊന്നും പറയാനില്ല, അങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്, ശരി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് രമ്യ അങ്ങനെ മുകുന്ദനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ചിന്നു ആണെങ്കിൽ പനിയുടെ ക്ഷീണത്തിൽ നല്ല ഉറക്കത്തിലാണ്. ആര്യ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വിജയ് ശങ്കർ വരികയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് ചിന്നുവിനെന്ന് ചോദിക്കുമ്പോൾ ആര്യ കുറവുണ്ട് അച്ഛ എന്ന് പറയാണ്. ചന്ദ്രയെ അപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിജയ് ശങ്കർ അപ്പൊ ആര്യയോട് പറയുന്നുണ്ട്, കുറച്ചു കഴിഞ്ഞ് കഞ്ഞി കൊടുക്കണം, അല്ലെങ്കിൽ ക്ഷീണം മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് ശങ്കർ അവിടെ നിന്നും പോകുന്നുണ്ട്. ചന്ദ്ര ആര്യയോട് പോയി പറയുന്നുണ്ട്, നീയാണ് ഈ പണിയെല്ലാം ഒപ്പിച്ചത്, ഇവൾക്ക് പനി കുറഞ്ഞാൽ ഉടനെ ഇവളെ അമ്പാട്ടിലേക്ക് പറഞ്ഞയച്ചോളണമെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, ഇത് അച്ഛൻ തീരുമാനിച്ചോളും, ആദ്യം ചേച്ചി ഒന്ന് ഓക്കെ ആവട്ടെ അമ്മേ എന്ന് പറയാണ്. ചന്ദ്രപ്പ ചോദിക്കുന്നുണ്ട്, അർച്ചനയെ കണ്ടില്ലല്ലോ, പുറത്തൊന്നുമില്ല, ഇനിയിപ്പോ അവള് അമ്പാട്ടിലേക്ക് തിരിച്ചു പോയോ എന്ന് ചോദിക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട്,
ആന്റി അങ്ങനെ പോയിട്ടുണ്ടാവില്ല, ആന്റി അങ്ങനെ പോവാൻ സാധ്യതയില്ല എന്ന് പറയാണ്. അതേസമയം അർച്ചനയാണെങ്കിൽ ചിന്നുവിന് ചൂട് കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ. അപ്പോഴാണ് ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നത്. നീ ഇതുവരെ പോയില്ലേ എന്റെ അടുക്കളയിൽ കയറാൻ, നിന്നോട് ആരാണ് പറഞ്ഞതെന്നൊക്കെ ചന്ദ്ര അങ്ങനെ കലിതുള്ളിക്കൊണ്ട് ചോദിക്കുമ്പോ അർച്ചന തിരിച്ചു ചോദിക്കുകയാണ്, ഓ ഇത് നിന്റെ കിച്ചൺ ആണോ, ഇവിടെ നിന്റെ പേരൊന്നും എഴുതി വെച്ച ബോർഡ് കണ്ടില്ലല്ലോ, ഇന്നുവിന് വേണ്ടി കുറച്ച് കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ, അത് കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് മാറിത്തരാം എന്നങ്ങനെ അർച്ചന പറയുമ്പോ ചന്ദ്ര ഗ്യാസ് ഓഫ് ചെയ്യാനായി പോവുകയാണ്. അർച്ചന അപ്പോ ചന്ദ്രയുടെ കൈ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്റെ ഭർത്താവ് കാശ് കൊടുത്തു വാങ്ങിച്ച അരിയാണിത്, ഇത് നിനക്കെടുത്ത് കഞ്ഞി ഉണ്ടാക്കാനുള്ളതല്ല എന്ന് ചന്ദ്ര പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഭർത്താവിന്റെ മകൾക്ക് കൊടുക്കാനാണ് ഞാനിപ്പോ ഈ കഞ്ഞി ഉണ്ടാക്കുന്നത്, ചന്ദ്രയെ നീ മാറി നിൽക്കുക എന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ കഞ്ഞി ഇളക്കാനായി പോവുകയാണ്. ചന്ദ്ര ഇപ്പോ അർച്ചനയെ അവിടെ നിന്നും തള്ളി മാറ്റുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം ബലം പ്രയോഗിക്കുകയാണ്. അങ്ങനെ അർച്ചന ചന്ദ്രയെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറയുന്നുണ്ട്, എന്റെ അടുത്ത് ബലപരീക്ഷണത്തിന് വന്നാൽ എന്താണ് ഉണ്ടാവുക എന്ന് ഓർമ്മയുണ്ടല്ലോ, മാറി നിൽക്കുക എന്ന് പറഞ്ഞ് വീണ്ടും ആ കഞ്ഞി അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, മനുഷ്യനായാൽ കുറച്ച് നാണം വേണടി, നാണം, കുറച്ചെങ്കിലും ആത്മാഭിമാനമുള്ളവർ ഇങ്ങനെ മറ്റുള്ളവരുടെ അടുക്കളയിൽ കയറി കഞ്ഞി വെക്കില്ല, എന്റെ മോൾക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ വല്ല ആശുപത്രി ക്യാൻറ്റീനിലും പോയി വാങ്ങിച്ചു കൊടുക്കണം എന്നെല്ലാം ചന്ദ്ര അങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന തിരിച്ച് ഇതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ പപ്പടമില്ലേ ഉപ്പില്ലേ എന്നൊക്കെ തിരിച്ചു ചോദിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ അതിനെല്ലാം തറുതല പറയുന്നുണ്ട്. ആ കഞ്ഞി വെന്തിട്ടുണ്ട്, ഇത്രയും മതിയെന്ന് പറഞ്ഞ് അർച്ചന ഗ്യാസ് ഓഫ് ചെയ്ത് ആ കഞ്ഞിയെടുത്ത് മാറ്റി വെക്കുകയാണ്. പിന്നീട് അർച്ചന അടുക്കളയിൽ നിന്ന് പോവാനായി നിൽക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നാണും മാനും ഇല്ലാത്ത സാധനമെന്ന്. അർച്ചനയാണെങ്കിൽ ചന്ദ്ര ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ പോവുകയാണ്. ചന്ദ്ര എന്നിട്ട് ആ കഞ്ഞി തുറന്നു നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇന്ന് അങ്ങനെ അവൾ അവളുടെ പെണ്ണിന് കഞ്ഞി കൊടുക്കണ്ട, ഞാനിതിൽ മണ്ണ് വാരിയിടുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാനായി നിൽക്കുന്നതും അവിടെയുള്ള മാറ്റ് തടഞ്ഞ് ചന്ദ്ര അങ്ങനെ വീഴുകയാണ്. അടു ഇടിച്ച് ചന്ദ്ര അങ്ങനെ വീഴുമ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയ് ശങ്കർ ചന്ദ്രയെന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. ചന്ദ്ര അങ്ങനെ വേദനിച്ചുകൊണ്ട് നിലത്തു നിന്നും എഴുന്നേറ്റ് വിജയ് ശങ്കറിനോട് പോയി, എന്താണ് നിങ്ങളിങ്ങനെ ഓഫീസിന്റെ ഉള്ളിൽ കയറിയിരുന്നോ, ഇവിടെ നടക്കുന്നതൊന്നും നിങ്ങൾക്ക് കാണണ്ടല്ലോ, ഇവിടെ ചൂട് പിടിച്ച സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അച്ഛന അടുക്കളയിൽ കയറി കഞ്ഞി വെച്ചു, ഞാനെന്തോ ചോദിച്ചതിന്റെ പേരിൽ എന്നെ തല്ലിയില്ലെന്നുള്ളൂ എന്നൊക്കെ ചന്ദ്ര അങ്ങനെ വിജയ് ശങ്കറിനോട് പറയാണ്. വിജയ് ശങ്കർ അപ്പോ എന്നിട്ട് അവൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അർച്ചന പുറത്തു പോയി തന്റെ ബാഗെല്ലാം എടുത്തുകൊണ്ട് വന്ന് സോഫയിൽ അങ്ങനെ വെക്കുകയാണ്. ചന്ദ്രപ്പ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ബാഗിലെന്ന്. അർച്ചനപ്പ പറയുന്നുണ്ട്, ഇതെല്ലാം എന്റെ ഡ്രസ്സാണ്, മുതൽ ചിന്നുവിന്റെ കൂടെ ഞാനും ഇവിടെ താമസിക്കാൻ പോവുകയാണ് എന്ന് അർച്ചന പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ചിന്നു ഇവിടെ താമസിക്കും, പക്ഷേ നിനക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല, ഇതിന് ഞാൻ സമ്മതിക്കില്ല, നിന്നെ ഞാൻ അടിച്ചു പുറത്താക്കുമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ചോദിക്കാൻ ആള് വരും, കോടതി നിങ്ങളോട് ചോദിക്കും എന്നും പറഞ്ഞ് അർച്ചന തന്റെ ഹാൻഡ് ബാഗിൽ നിന്ന് ഒരു പേപ്പർ എടുത്തുകൊണ്ട് വിജയ് ശങ്കറിനും ചന്ദ്രയ്ക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയോ, മകളുടെ സംരക്ഷണത്തിനായി എനിക്ക് എവിടെയും താമസിക്കാമെന്ന് കോടതി എനിക്ക് അനുമതി തന്നതിന്റെ പകർപ്പാണിത്, അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ ആളുണ്ടെന്ന് മനസ്സിലായില്ലേ, ഇപ്പൊ തന്നെ ചിന്നുവിന് നല്ല പനിയായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ തയ്യാറായില്ല, അത് ഞാൻ കോടതിയെ അറിയിക്കും, കോടതിയിൽ ചന്ദ്രയെക്കുറിച്ചും ഞാൻ റിപ്പോർട്ട് ചെയ്യും, പെൺകുട്ടികളോട് നിങ്ങളുടെ ഭാര്യയുടെ സമീപനം ഇതാണെന്ന് ഇത് ഞാൻ ബോധ്യപ്പെടുത്തും, അച്ഛനായിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ചിന്നുവിനെ ചികിത്സിക്കാൻ ഡോക്ടറെ ഞാൻ വിളിക്കേണ്ടി വന്നു, ഇതിനെല്ലാം തെളിവിനായിട്ട് ഡോക്ടറുടെ ചികിത്സാ റിപ്പോർട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് അർച്ചന അങ്ങനെ വിജയ് ശങ്കറിനെയും ചന്ദ്രയെയും മിണ്ടാതെ അനുവദിക്കാതെ തകർത്തങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ തിരിച്ചൊന്നും പറയാനാവാതെ മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.